ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കിയാലോ. രണ്ടാമത്തെ ചാപ്റ്റർ ഒരു കവിതയാണ് കേട്ടോ. ഗർ എന്നാണ് കവിതയുടെ പേര്. ഗർ എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ ഇതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ എന്താണ്, അച്ഛനും മോനും അല്ലേ, അച്ഛനും കുട്ടിയും കൂടിയിട്ടുള്ള ഒരു കവിതയാണ് ഇത്. അപ്പോൾ എന്താണ്, ഒരു കുട്ടി അച്ഛനോട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. അച്ഛനോട് ചോദിക്കുന്നതാണ് ഈ ഒരു കവിതയിൽ ഉള്ളത്. നമുക്ക് കവിത നോക്കാം. पापा क्यों अच्छा लगता है अपना प्यारा प्यारा घर, घूम घाम ले घेल गाली नहीं भूलता लेकिन घर. पापा अच्छा क्यों अच्छा लगता है अपना प्यारा प्यारा घर. എന്തുകൊണ്ടാണ് അച്ഛാ നമ്മളുടെ വീട് നമുക്ക് എപ്പോഴും നല്ല ഇഷ്ടമായിട്ടിരിക്കുന്നത്? നമ്മുടെ വീട് എന്താണ് ഇത്ര ഇഷ്ടം? അങ്ങനെ ചോദിക്കാണ് കേട്ടോ കുട്ടി. ഗൂം ഗാംലെ ഗേൽ ഗാലേം നെഹി ഭൂലത്താ ലേക്കിൻ ഘർ. നമ്മൾ എവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ പോയാലും കുറേ കളിക്കാൻ പോയാലും എന്താണ്, നമ്മളുടെ വീടിനെ മറക്കില്ല. നമ്മൾ എവിടേക്ക് പോയാലും നമ്മളുടെ വീട് എന്താണ് മറക്കാത്തത്? കണ്ടോ, ആ കുട്ടി അച്ഛനോട് പറയാണ്, അച്ഛാ നമുക്ക് നമ്മുടെ വീട് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം? നമ്മൾ എവിടേക്കൊക്കെ കറങ്ങാൻ പോയാലും എവിടെയൊക്കെ കളിക്കാൻ പോയാലും നമുക്ക് നമ്മുടെ വീട് എന്താണ് നമ്മൾ മറക്കാത്തത്? ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം. नहीं आपको लगता पापा है माम की गोदी सागर. പാപ്പയ്ക്ക് തോന്നുന്നില്ലേ എന്ത്? മാം കി ഗോദീസ ഘർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മടിയിൽ നമ്മൾക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പം നമ്മളുടെ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണല്ലോ, നല്ലൊരു ഫീലാണല്ലോ അത്. നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലോ അമ്മയുടെ മടിയിൽ അമ്മേനെ തോളിലിങ്ങനെ കിടക്കുക എന്നുള്ളത്, കെട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതേപോലെയല്ലേ അച്ഛാ നമുക്ക് നമ്മളുടെ വീടും. പ്യാരി പ്യാരി മമതാവാല സുന്ദർ സുന്ദർ ന്യാരാഗർ. നല്ല സ്നേഹമുള്ള, മമതാവാല നല്ല ദയവുള്ള, സുന്ദർ സുന്ദർ ന്യാരാഗർ നല്ല ഭംഗിയുള്ള വീട്. ദക്ക് കർ ജബ് വാപ്പസ് ആത്തേ ഹേ കൈസേ ബിച്ച് ബിച്ച് ജാത്താ ഘർ. ദക്ക് കർ നമ്മൾ ക്ഷീണിച്ച് എപ്പോഴാണോ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത്, അപ്പോൾ നമ്മുടെ വീട് നല്ല വിശാലമായിട്ട് നല്ല സ്പ്രെഡായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. മീൻസ് നമുക്ക് റെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അന്തരീക്ഷം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. ഗിലാ പില ആരാം ദിലാക്കർ നയി താസഗി ദേത്താ ഘർ. ഗിലാ പില നമ്മളുടെ വീട്ടിൽ എന്താ ചെയ്യുക, നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടും കുടിച്ചിട്ടും കുടിച്ചിട്ടും ആരാം ദിലാക്കർ, ആരാം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വിശ്രമം തരും വീട്ടിൽ. എന്നിട്ട് നൈ താസഗി ദേത്താഗർ, വീട് പിന്നെ നമുക്ക് എന്താണ് തരുന്നത്? പുതിയ ഒരു എനർജി, ഉണർവ്. അത് നമുക്ക് ആര് തരും? ഒരു ഫ്രഷ്നെസ് നമ്മളുടെ വീട് തരും. അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു കവിത. അപ്പോൾ കവിത ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.